ഒരുമാതിരി അടിഞ്ഞുറിഞ്ഞിരിക്കുന്ന മീനുകളായിരുന്നു. ശ്രദ്ധിച്ചില്ലേ അത്? വാങ്ങിച്ച അവര് പൊതിഞ്ഞിങ്ങ് തരയില്ലേ, നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോഴാണ്. നമ്മള് മീൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ലതാണെന്നെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ലാതെ അവര് പൊതിഞ്ഞു തരുന്നത് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. ചീഞ്ഞ മീനാണെങ്കിലും വാങ്ങിക്കരുത്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചീഞ്ഞ മീനാണെങ്കിൽ ഒരു നമുക്കത് ഞങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ആരെങ്കിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ചീഞ്ഞ മീൻ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വില കുറഞ്ഞ് കിട്ടുമ്പോൾ. മീൻ വാങ്ങിക്കുന്നവർ നോക്കിയും കണ്ടും വാങ്ങിക്കുക, അല്ലാതെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വിളിച്ച് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഇപ്പോൾ നാട്ടിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ നിന്ന് വാങ്ങിയ മീൻ ചീഞ്ഞതാണെന്ന് പരാതി പറയാൻ വിളിച്ചയാളോട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ നോക്കി വാങ്ങണമെന്നാണ്, വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്ന്. നാട്ടിൽ എന്തും കച്ചവടം ചെയ്യാൻ അനുമതിയുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആളുകളെല്ലാം നോക്കി മനസ്സിലാക്കി വാങ്ങാനാണെങ്കിൽ സർക്കാർ ഇങ്ങനെ കുറച്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഫുഡ് ആൻഡ് സേഫ്റ്റി പോലൊരു വകുപ്പ് രൂപീകരിക്കേണ്ടതില്ലല്ലോ. വാങ്ങുന്നവർ ശ്രദ്ധിച്ചു വാങ്ങണമെന്ന് പറയുന്ന അതേ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ആറ്റിങ്ങലിൽ പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പരിശോധനകൾ വെറും പ്രഹസനം മാത്രമായിരിക്കും. അല്ലെങ്കിൽ നിരന്തരം പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും അഴുകിയതും ചീഞ്ഞതുമായ മത്സ്യം വിൽപ്പനയ്ക്കെത്തുന്നത് എങ്ങനെയാണ്? ഹലോ ഹലോ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നമ്പറാണോ അത്? ഫുഡ് സേഫ്റ്റി. ഓക്കെ. സാറേ, വേറെ ഒന്നുമില്ല. നമുക്കിവിടെ ഈ മീനൊക്കെ കൊണ്ടുവരുന്ന ആറ്റിങ്ങിൽ കൊണ്ടുവരുന്ന മീനുകളൊന്നും വലിയ ഇതൊന്നും ഇല്ല, പ്രശ്നങ്ങളുള്ള മീനുകളാണ് മൊത്തം. എവിടെയാണ് നമ്മൾ ഈ ആറ്റിങ്ങിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതേ? ഇന്നിപ്പോ ഒരു മീൻ വീട്ടിലേക്ക് മേടിച്ചത് ആകെ പ്രശ്നമായിരുന്നു. എന്തോരുന്നു പ്രശ്നം? ഒരുമാതിരി അടിഞ്ഞുറിഞ്ഞിരിക്കുന്ന മീനുകളായിരുന്നു. ശ്രദ്ധിച്ചില്ലേ അത്? വാങ്ങിച്ച അവര് പൊതിഞ്ഞിങ്ങ് തരയില്ലേ, നമ്മൾ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോഴാണ്. നമ്മള് മീൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ലതാണെന്നെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ലാതെ അവര് പൊതിഞ്ഞു തരുന്നത് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. ചീഞ്ഞ മീനാണെങ്കിലും വാങ്ങിക്കരുത്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചീഞ്ഞ മീനാണെങ്കിൽ ഒരു നമുക്കത് ഞങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ആരെങ്കിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ചീഞ്ഞ മീൻ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വില കുറഞ്ഞ് കിട്ടുമ്പോൾ. അതാണ് ആറ്റിങ്ങിൽ ഞാൻ മിക്കവാറും കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ആൾക്കാർ വില കുറഞ്ഞുകൊണ്ട് വിൽക്കുമ്പോൾ ചീഞ്ഞ മീൻ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അത് വാങ്ങിക്കരുതെന്ന് ആൾക്കാർ മാറിയാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കെമിക്കലൊക്കെ ഉള്ള ഞങ്ങൾ ഇതൊക്കെ പലപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാത്ത ഈ ചീഞ്ഞ മീൻ ആൾക്കാർ വാങ്ങിക്കാൻ തയ്യാറാവുന്നോണ്ടല്ലേ ഇത് വരുന്നത്. പക്ഷെ എന്തായാലും സംഭവം പറഞ്ഞു, ഞാൻ ഇന്നിപ്പം ഉച്ചയ്ക്ക് രാവിലെ വൈഫാണ് അവിടുന്ന് വാങ്ങിച്ചത്. അപ്പൊ ആൾ പറഞ്ഞ പോലെ അവര് വെച്ചിരുന്നു, അത് കണക്ക് മുകളിൽ കുറെ മീൻ വെച്ചിരുന്നു, അതിന്റെ അടിയിലുള്ള കുറെ മീനുകളാണ് ഇങ്ങനെ ചീത്തത്. അപ്പൊ രണ്ടാമത് നമ്മൾ കൊണ്ടുപോയി ചെന്ന് പിന്നെ അത് വേറെ സംസാരത്തിലേക്ക് വരുവുള്ളൂ. അല്ല, അത് നമ്മൾ നോക്കേണ്ടത്, അത് ഞാൻ പറഞ്ഞതാണത്. പലപ്പോഴും നമ്മള് ഈ കെമിക്കലൊക്കെ ഉള്ളത് നമ്മൾ പരിശോധന. ഈ ചീഞ്ഞ മീൻ എന്ന് പറയുന്നത് ഞങ്ങൾ പലയിടത്തും കാണുന്നതാണ്. ഈ ആൾക്കാർ ചീഞ്ഞ മീൻ വില കുറഞ്ഞ കിട്ടുന്നതോ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വില കുറവില്ല. ഇന്നിപ്പം മീൻ മേടിച്ചത് അയല മീനായിരുന്നു, 250 രൂപ മേടിച്ചത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് നല്ലോണം ശ്രദ്ധിച്ച് വാങ്ങിക്കുക. നേരത്തെ പോയിട്ട് അവർ തരുന്നത് വാങ്ങിക്കൊണ്ട്. കാരണം ഞങ്ങളിപ്പോ പോയിട്ട് പലയിടത്തും പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ചീഞ്ഞ മീനാണെങ്കിൽ സത്യം പറഞ്ഞ ആറ്റിങ്ങിൽ ഞങ്ങൾ എനിക്കൊന്നല്ല ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധന നടക്കുന്നുണ്ടോ നമ്മൾ സാധാരണ അറിയുന്നില്ല. പരിശോധന നടക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ അറിയിച്ചിട്ടല്ലോ നമ്മൾ പരിശോധന നടത്തുന്നത്. പരിശോധനകൾ നടക്കുന്നത് വാർത്തകളിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചാനൽകാരെയും കൊണ്ടല്ല പരിശോധനയ്ക്ക് പോകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നേരായ രീതിയിൽ പരിശോധന നടത്തുന്നവരാണെങ്കിൽ എന്തിന് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ ഭയക്കണം? മാത്രമല്ല, പരിശോധന നടക്കുന്നു എന്ന് മാധ്യമങ്ങൾ വഴി വാർത്തകൾ വന്നാൽ കൂടുതൽ ആളുകൾ അത് അറിയുകയും ചീഞ്ഞതും അഴുകിയതുമായ മത്സ്യങ്ങൾ വിൽക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിയാനും സാധ്യതയുണ്ട്. ദിവസവും പരിശോധന നടത്തുന്ന സ്ഥലങ്ങളിൽ ചീഞ്ഞ മത്സ്യം വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിടിപ്പുകേടായി പറയേണ്ടി വരും. അതുപോലെ എന്തും വിൽക്കം നോക്കി ശ്രദ്ധിച്ചു വാങ്ങണമെന്നാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഞാണിൽ മേൽക്കളിയായി മാറും. പലപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യുമ്പോഴാണ് മത്സ്യം കേടാണെന്നറിയുന്നത്. ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനല്ലേ ഫുഡ് ആൻഡ് സേഫ്റ്റി. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.